ഹായ്, റാം ഫുഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നോക്കിയോളൂ. അതിനായിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, പിന്നെ സവോള വേണം, കറിവേപ്പില, മല്ലിയില. സവോള ഞാൻ 1 കിലോളം സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയാണ് വെച്ചേക്കുന്നത്. പിന്നെ പൊടിയായിട്ട് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഈ പീസിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി യോജിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കൊന്ന് വെന്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പകുതിയെ വേവിക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം വെന്തെടുക്കാൻ. ചിക്കന് വെള്ളം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചിക്കന് വെന്ത് വെച്ച വെള്ളം വേണം നമുക്ക്. അപ്പോൾ അടച്ച് വെച്ച് വെന്ത് പകുതി വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. വെന്ത് വെച്ച വെള്ളം ആരും എടുത്ത് കളയില്ല കേട്ടോ. വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വറുത്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. അതിലേക്ക് കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതായി വരുന്നുണ്ട്. ഈ എണ്ണയിലാണ് നമ്മൾ കറി വെക്കുന്നത്. വേറെ എക്സ്ട്രാ എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം ഇത് വറുത്ത് കോരിയിട്ട് ഒരു ട്രിപ്പ് കൂടെ ഉണ്ടാക്കാനുള്ള എണ്ണ ഉണ്ട് അതിൽ. അതുകൂടെ ഇട്ടിട്ട് നമ്മൾ വേറെ എണ്ണ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. അതും കൂടി നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിലേക്ക് പച്ചമുളക് ഇടുമ്പോൾ പ്രത്യേക മണമൊക്കെയാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് വഴണ്ടി വരുന്നതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളേ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം മറന്നു പോയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ഏലക്കായും ഒരു 3 ഗ്രാമ്പും കൂടെ കടുക് ഇറക്കുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ളതായിരുന്നു, മറന്നുപോയി. ഇപ്പോൾ ഓർത്തെ. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് എടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് നമുക്ക് വഴണ്ടി കിട്ടും. ഇത് പകുതി വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് നല്ല ഇതായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മസാല ഇട്ട് കൊടുക്കാനുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമുക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം മുളക് പൊടിക്ക് ഇച്ചിരി പിന്നെ പച്ചച്ചുവപ്പ് കൂടുതലാണ്. ഫസ്റ്റ് അത് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതായത് പൊടികളെല്ലാം കൂടി ഇതിനകത്ത് ചേർന്നിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇത്ര സവാള ചേർക്കുന്നത് വെച്ചാൽ നമുക്ക് ഗ്രേവി നന്നായിട്ട് വേണം. അതുകൊണ്ടാണ്. കുട്ടികൾക്കൊക്കെ ഗ്രേവിയാണ്, എല്ലാവർക്കും ഗ്രേവി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നല്ല സോഫ്റ്റായിട്ട് വഴറ്റി എടുത്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചിക്കൻ വെന്ത് വെച്ച വെള്ളമാണിത്. അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. കട്ടായിട്ടാതെ നമുക്ക് ഇളക്കിയെടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമ്മൾ ഈ കറിക്ക് കിട്ടുന്നത്. കുറച്ചുകൂടെ വെള്ളമുണ്ട്, അതുകൂടെ ഒഴിച്ചു കൊടുക്കാം.
ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കരിവേപ്പില നമ്മൾ വഴറ്റിയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കരിവേപ്പില ഇട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. പിന്നെ ഇതാ വറുത്ത് വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇനി എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം നമുക്കൊന്ന് ചെറിയ സിമ്മിലിട്ടിട്ട് ഒന്ന് വെന്തെടുക്കാം. മുക്കാൽ വെന്തതായിരുന്നു. നമുക്ക് അരപ്പെല്ലാം പിടിച്ചതാ നല്ല സോഫ്റ്റായിട്ടുള്ള കറി, നല്ല തിക്കാണ്. നല്ല ഗ്രേവിക്കൊക്കെ നല്ല തിക്കായിട്ടാണ്. ഇതിപ്പോൾ റൈസിൻ്റെ കൂടെ ആയാലോ ചപ്പാത്തി, അപ്പോൾ ഇടിയപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പാകമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമ്മളോർക്ക് ഇത്രയും മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ചൊവയൊന്നും ഒന്നുമില്ല. നല്ല ടേസ്റ്റിയാണ് മല്ലിയില ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന്. അതാ ഒന്ന് ഇളക്കിയെടുത്താൽ ഒന്നുകൂടെ നമുക്ക് മൂടി വെക്കാം. കറിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ കറി വെക്കുന്നത് കുട്ടികൾക്കായാലും അധികം എരിയൊന്നുമില്ല. നമ്മൾ കശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. കളർ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതാ നോക്കി നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. നോക്കി കണ്ടോ, ചിക്കൻ പീസൊക്കെ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല തിക്കായിട്ടിരിപ്പുണ്ട് കറി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ താങ്ക് യു.